വെൽക്കം ടു മാഷപ്പ് കഫേ. ഇന്നത്തെ വീഡിയോ ഒരു ഇലക്ട്രിക് കുക്കർ വീഡിയോ ആണ്. ഓൾ ഇൻ വൺ ഇലക്ട്രിക് കുക്കർ. പേരുപോലെ തന്നെ ഇതിൽ റൈസ് തൊട്ട് വെജിറ്റബിൾസ്, ചിക്കൻ, കേക്ക് വരെ ഉണ്ടാക്കാൻ പറ്റും. കുക്കറുടെ ലിഡ് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡ് ക്ലോസ് ആണ്, ലെഫ്റ്റ് സൈഡ് ഓപ്പൺ ആണ്. കുക്ക് ചെയ്യുന്ന സമയത്ത് ക്ലോസ് ആയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കുക്കറുടെ വിസിൽ ഓപ്പൺ ആൻഡ് ക്ലോസ് ഇൻസ്ട്രക്ഷൻ ആണ്. ഇപ്പോൾ വിസിൽ ഓപ്പണിലാണ് ഉള്ളത്. ഇത് ക്ലോസ് ആണ്. ഇലക്ട്രിക് കുക്കർ ആയതുകൊണ്ട് ലിഡ് ക്ലോസ് ആണോ വിസിൽ ക്ലോസ് ആണോ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. കുക്കിംഗ് ടൈം കഴിഞ്ഞതിന് ശേഷം പ്രഷർ മാനുവലായിട്ടാണ് റിലീസ് ചെയ്യുന്നത്. ഇതുപോലെയാണ്. ഞാനിന്ന് കുക്ക് ചെയ്യുന്നത് പൊണ്ണി റൈസ് ആണ്. റൈസ് വാഷ് ചെയ്തിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് സോക്ക് ചെയ്യാൻ വയ്ക്കാം. സോക്ക് ചെയ്യുന്നത് നിർബന്ധമല്ല, പക്ഷെ എന്നാലും ഒരു 10 to 15 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഈ കുക്കറിൻ്റെ അകത്ത് സെപ്പറേറ്റ് പാൻ തന്നിട്ടുണ്ട്. 2 ടൈപ്പിലുണ്ട്. നോൺ സ്റ്റിക്കും ഉണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലും ഉണ്ട്. ചില കമ്പനിയിൽ നോൺ സ്റ്റിക്കാണ്, ചില കമ്പനി സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഞാൻ നോൺ സ്റ്റിക്ക് ഉള്ളത് നോക്കിയാണ് മേടിച്ചത്. സോക്ക് ചെയ്ത റൈസ് ഡ്രൈൻ ചെയ്ത് എടുത്തു. ഇത് ബോയിൽഡ് റൈസാണ്. അത് കാരണം 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം. ബാസ്മതി റൈസ് ആണെങ്കിൽ 1 കപ്പ് റൈസിന് 1 കപ്പ് വെള്ളം മതിയാവും. ഇനി ലിഡും വിസിലും ക്ലോസ് ചെയ്യാം. ലിഡ് ക്ലോസ് ചെയ്തു, വിസിൽ ക്ലോസ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യാം. കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ റൈസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. വെരി സിമ്പിളാണ്. ഇനി കുക്കിംഗ് ടൈം കഴിഞ്ഞതിന് ശേഷം ബീപ്പ് സൗണ്ട് വരും. പ്രഷർ റിലീസ് ചെയ്ത് ലിഡ് ഓപ്പൺ ചെയ്താൽ മതി. ഇതിൽ വേറെയും കുറേ കറികൾ ഉണ്ടാക്കാൻ പറ്റും. ഫിഷ്, ചിക്കൻ, മീറ്റ്, വെജിറ്റബിൾസ്, കേക്ക് ഉണ്ടാക്കാൻ പറ്റും. പയറുവർഗ്ഗങ്ങൾ വേവിക്കാൻ പറ്റും. അതേപോലെ സ്റ്റീം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പൊട്ടാറ്റോ, പിന്നെ പഴം, ഇതൊക്കെ നമുക്ക് സ്റ്റീം ചെയ്ത് വെജിറ്റബിൾസും സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. വളരെ ഈസിയാണ്. കൂടുതൽ പാത്രങ്ങളുടെ ആവശ്യമില്ല. കഴിഞ്ഞു. 1 മിനിറ്റേ ഉള്ളൂ. 1 മിനിറ്റ് കഴിഞ്ഞ ശേഷം ബീപ്പ് സൗണ്ട് വരും. ബീപ്പ് സൗണ്ട് വന്നു. ഇനി സ്വിച്ച് ഓഫ് ചെയ്ത് പ്രഷർ റിലീസ് ചെയ്ത് ലിഡ് ഓപ്പൺ ചെയ്യാം. പെട്ടെന്ന് തന്നെ പ്രഷർ റിലീസ് ചെയ്ത് പാൻ പുറത്തെടുക്കണം. അകത്ത് കോയിൽ വളരെ ഹീറ്റായതുകൊണ്ട് ചോറ് അടിപ്പിടിക്കും. അത് കാരണം അപ്പോൾ തന്നെ വേഗം റിലീസ് ചെയ്ത് പുറത്തെടുക്കാം. വിസിൽ ഓപ്പൺ ചെയ്തു, ലിഡ് ഓപ്പൺ ചെയ്തു. കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈൻ ചെയ്ത് കഴിക്കണം എന്നുള്ളവർക്ക് ഈ സമയത്ത് ഹോട്ട് വാട്ടർ ഒഴിച്ച് സ്ലോ കുക്കുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് പ്രസ് ചെയ്യാം. ഒരു 2 മിനിറ്റ്സ് ബോയിൽ വന്നതിന് ശേഷം ജസ്റ്റ് ഡ്രൈൻ ചെയ്താൽ മതി. ഈ കുക്കറിൽ കുക്ക് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആൻഡ് ഈസിയാണ്. കൂടുതൽ പാത്രങ്ങൾ ആവശ്യമില്ല. 1 പോട്ട് കുക്കിംഗ് ആണ്. ഓൾ ഇൻ വൺ എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ബാച്ചിലേഴ്സിനും ജോലിക്ക് പോകുന്ന ലേഡീസിനും വളരെ യൂസ്ഫുള്ളായിരിക്കും. ടൈം സേവിങ് ആണ്. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. അത് കാരണം നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. താങ്ക്